ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ റോഡിലെ കുഴികൾ സംബന്ധിച്ച് വിമർശനം നടത്തുകയുണ്ടായി. റോഡിലെ കുഴികളൊപ്പം തന്നെ റോഡ് സൈഡിലെ ബോർഡുകളെ സംബന്ധിച്ച് അതൊരു പ്രത്യേക റോഡിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. അത് ആ റോഡിൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക ഉൾപ്പെടെ ചെയ്ത ചില വിഷയങ്ങളുണ്ട്. കേരളത്തിലെ പൊതുവെ മഹാഭൂരിപക്ഷ റോഡുകളും നല്ല നിലയിലാണ്. എന്നാൽ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന റോഡുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങൾക്ക് തന്നെ കേരളത്തിലെ റോഡുകൾ പരിപാലനമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പരസ്യപ്പെടുത്തി ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ ഒരു പുതിയ റോഡുണ്ടാക്കി കഴിഞ്ഞാൽ ആ റോഡ് നിർമ്മാണം കഴിഞ്ഞ് ജനങ്ങൾക്ക് നാടിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിർമ്മിച്ച കരാറുകാരൻ തന്നെ അത് ചെയ്യണമെന്ന് PWD മാനുവലിലുണ്ട്. അത് പക്ഷേ പൊതുവേ നമ്മൾ സമൂഹത്തിൽ ഞാനുൾപ്പെടെ കൂടുതൽ മനസ്സിലാക്കിയത് മന്ത്രിയായതിനു ശേഷമാണ്. സമൂഹത്തിൽ പൊതുവേ അതറിയാത്ത പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പച്ച ബോർഡുകളിൽ ഇത്തരം പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് പുതിയ റോഡുകളിൽ വന്നതിന് ശേഷം ജനങ്ങൾ തന്നെ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ട്. പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ ഒരു വർഷത്തേക്ക് നേരത്തെ തന്നെ കരാർ കൊടുക്കുന്ന റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം വന്നു. അവിടെ നീല ബോർഡുകൾ വെച്ചു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നെഴുതിയ ബോർഡുകളിൽ നേരത്തെ പുതിയ റോഡിന് ഇത്ര കാലാവധിയാണ് പരിപാലന കാലാവധി, ഇതിനിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് പറയുന്നത് പോലെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ, കരാറുകാരൻ്റെ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ നമ്പറൊക്കെ കൊടുത്തതുപോലെ റണ്ണിങ് കോൺട്രാക്ട് റോഡിലും നീല ബോർഡുകളിൽ ഇത്തരം നമ്പറുകൾ കൊടുത്തു. അവിടെയും ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നോക്കുന്നു, റുട്ടീൻ ചെക്കപ്പ് നടക്കുന്നു. അങ്ങനെ കേരളത്തിലാകെ 3 ലക്ഷം കിലോമീറ്റർ റോഡുണ്ട്. അതിൽ 30,000-ഓളം കിലോമീറ്റർ റോഡാണ് PWD റോഡ്. ആ 30,000-ഓളം കിലോമീറ്റർ റോഡ് വരുന്ന PWD റോഡിൽ 22,000-ഓളം കിലോമീറ്റർ റോഡുകളിൽ ഇപ്പോൾ കൃത്യമായ സ്ക്രൂട്ടിനി ഉണ്ട്, സുതാര്യത ഉറപ്പ് വരുത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഒരു 5,000-6,000 കിലോമീറ്റർ റോഡ് ചിലത് കിഫ്ബി പദ്ധതിയാണ്, ചിലത് KSTP പദ്ധതിയാണ്, ചിലത് നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട് PWD നാഷണൽ ഹൈവേ ബന്ധപ്പെട്ടുള്ളതുണ്ട്, ചിലത് നമ്മുടെ കുടിവെള്ള ആവശ്യാർത്ഥം വാട്ടർ അതോറിറ്റി കീറുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള റോഡുകളിലെ ചില റോഡുകളാണ് ഇവിടെ പരാമർശ വിധേയമായത്. അത് അനാസ്ഥ കാട്ടിയവർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കോടതിയും മാധ്യമങ്ങളും ജനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വകുപ്പ് എടുക്കുന്നത്. അത് ആ നിലയിൽ തന്നെ എടുത്ത് നമുക്കതിന് പരിഹാരം കാണാൻ ഇടപെടാം.